എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. കല്യാണം കഴിഞ്ഞ പുരുഷന്മാർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഇടയ്ക്കിടയ്ക്ക് ഭാര്യയുടെ മൂഡില്ലായ്മ അല്ലെങ്കിൽ ഭാര്യയുടെ ദേഷ്യപ്പെടൽ. അപ്പോൾ എങ്ങനെയാണ് ഭാര്യയുടെ ദേഷ്യപ്പെടൽ അല്ലെങ്കിൽ മൂഡില്ലായ്മ അല്ലെങ്കിൽ വിഷാദമുഖമായി നിൽക്കുന്ന ഭാര്യയെ എങ്ങനെ നമുക്ക് നല്ല മൂഡിലേക്ക് കൊണ്ടുവരാം, അതിനെക്കുറിച്ചുള്ള ഒരു 9 ഐഡിയാസാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വിഷാദമുഖമായി നിൽക്കുന്ന ഭാര്യയെ അഭിമുഖീകരിക്കുക എന്നത് പലപ്പോഴും പ്രയാസകരമാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സന്ദർഭങ്ങൾ നേരിടുക എന്നത് ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണ്. നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല, നിങ്ങളിൽ പലരും അമ്മമാരെ ഇത്തരം സന്ദർഭങ്ങളിൽ അച്ഛൻ എങ്ങനെ നേരിടുന്നു എന്നത് കണ്ട് അനുഭവമുള്ളവരായിരിക്കും. ഇത്തരം സന്ദർഭങ്ങൾ എങ്ങനെ നേരിടാം എന്ന് വിവരിക്കുന്നതിന് മുമ്പ് പുരുഷന്മാർ മനസ്സിലാക്കേണ്ടത് ഇത്തരം സന്ദർഭങ്ങളിൽ സൃഷ്ടിക്കപ്പെടുന്ന സങ്കീർണതയ്ക്ക് ഒരു പരിധി വരെ നിങ്ങളും ഉത്തരവാദികളാണെന്ന് ആണ്. ഇത്തരം സാഹചര്യങ്ങൾ നേരിടാനുള്ള വഴി തേടി അലയുകയായിരിക്കും നിങ്ങളെന്ന് വിചാരിക്കുക. പക്ഷെ എപ്പോഴെങ്കിലും ഭർത്താക്കന്മാർ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഭാര്യ കുടുംബം നടത്തിക്കൊണ്ടു പോകാൻ എടുക്കുന്ന പ്രയത്നത്തെക്കുറിച്ച്? അവർക്ക് അവരുടേതായ കരിയർ തീർച്ചയായും ഉണ്ടായിരിക്കാമെങ്കിലും ഭർത്താക്കന്മാർ ഇതിനെക്കുറിച്ച് ഇരുന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ, ഭാര്യ വിഷാദമായി സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ പതുക്കെ ചെന്നിട്ട് രഹസ്യമായി ആരും കാണാത്ത രീതിയിൽ ഒരു ചുംബനം നൽകുക. ഒരു പക്ഷേ മാനസിക പിരിമുറുക്കത്തിന് അവർക്ക് വേണ്ടത് നിങ്ങളുടെ സ്നേഹം മാത്രമാകാം. ചുംബിക്കൂ, എന്നിട്ട് പറയൂ നിങ്ങൾ അവരെ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന്. അവരുടെ വിഷാദത്വം മാറ്റാൻ ഇതിനും വലിയ മരുന്നില്ല തന്നെ. അപ്പോൾ ഒരു ചുംബനത്തിൽ ചിലപ്പോൾ അവരുടെ മൂഡ് ഔട്ടോ അല്ലെങ്കിൽ വിഷാദങ്ങളോ മാഞ്ഞു പോകാം. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു. മിക്കവാറും സ്ത്രീകളും ചിന്തിക്കുന്നത് തങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പുരുഷന്മാർ ഒരിക്കലും ശ്രമിക്കാറില്ല എന്നാണ്. പുരുഷൻ എന്നും പുരുഷൻ തന്നെയാണ് എന്നതുകൊണ്ട് ഭാര്യ ഒന്ന് ചൂടായാൽ പലപ്പോഴും ഭർത്താവ് സ്തബ്ധരാകും. ഇതിനു പകരം ഇത്തരം അവസരങ്ങളിൽ അവരെ വിശ്രമിക്കാൻ അനുവദിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ തനിക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് അവരെ വിശ്വസിപ്പിക്കുകയും ചെയ്തു നോക്കൂ. ഇനി അടുത്ത കാര്യം എന്തെന്ന് വെച്ചാൽ, അവരെല്ലാം അലക്കി ക്ഷീണിച്ചിട്ട് എല്ലാം ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇന്നത്തെ അലക്കൽ എനിക്ക് വിട്ടുതരും, അവരോട് അങ്ങനെ പറയാം. എന്നിട്ട് പാചക ജോലികൾ മുഴുവൻ ഭാര്യയ്ക്ക് കൊടുത്ത്, കൂടാതെ പകൽ മുഴുവൻ അവർ ഓഫീസിലെ തിരക്കുകളുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വസ്ത്രമലക്കൽ ഭർത്താക്കന്മാർക്ക് ഏറ്റെടുക്കാമത്. ഇത് ഭാര്യയ്ക്ക് ഏറെ സന്തോഷകരമായിരിക്കും. അതുകൂടാതെ അന്ന് ഭാര്യമാർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടാവും വീടുകളിൽ. പക്ഷെ അവർ ഇങ്ങനെ വിഷാദമായി മുഖമായി ഇരിക്കുന്ന സമയത്ത് അവർ ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്തിട്ട് നമ്മൾ ചെയ്യുക. അതായത് കിടപ്പറയിലും അല്ലെങ്കിൽ അടുക്കള അല്ലെങ്കിൽ ഡൈനിങ് ടേബിള് എന്നിവിടങ്ങളിലെല്ലാം അവർ ചിലപ്പോൾ വിട്ടുപോയ ചില കാര്യങ്ങൾ, അപ്പോൾ ആ സംഗതികൾ കണ്ടെത്തിയിട്ട് അത് നമ്മൾ ചെയ്യുക. എന്നിട്ട് അവരൊന്ന് ഓർമ്മിപ്പിക്കപ്പെടുക. അതായത് ഈ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു എന്നുള്ളത്, അതും അവർക്ക് സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. അതുകൂടാതെ ഭാര്യ ചെയ്ത വിഷാദ സമയത്തും അല്ലാത്തപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഭാര്യ ചെയ്തതിന് ഒരു നന്ദി പറച്ചിലുകൾ നല്ലതാണ്. ഇത് ഭാര്യയെ സന്തോഷിപ്പിക്കാനുള്ള മികച്ചൊരു വഴിയാണ്. അതായത് ഭാര്യമാർ ചെയ്തത് എന്തൊക്കെയെന്ന് ഒന്ന് അവലോകനം ചെയ്യുക, അതിൽ നമ്മളുടെ നന്ദി പ്രകടിപ്പിക്കുക. തീർച്ചയായും അവർ ആ നന്ദി വാക്ക് കേൾക്കാനായിട്ട് കൊതിക്കുന്നുണ്ടാവും. അത് അവർക്കൊരു നല്ല മൂഡ് ഓഫ് മാറാനുള്ള ഒരു മരുന്നാണ്. അതുകൂടാതെ ഇതെല്ലാം ചെയ്തിട്ട് തൃപ്തിയായില്ലെങ്കിൽ നമുക്ക് അവരുടെ അമ്മയെ നമുക്കൊന്ന് സ്വീകരിച്ച് നോക്കാം. അതായത് ഭാര്യമാരെ സന്തോഷിക്കാൻ മികച്ചൊരു വഴിയാണ് അവരുടെ അമ്മയെ, അതായത് നമ്മുടെ ഭർത്താക്കന്മാരുടെ അമ്മായിയമ്മയെ ഒരു ദിവസം വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവർക്ക് വേണ്ട രീതിയിൽ ബഹുമാനം കൊടുക്കുകയും ചെയ്യുക. ഇതും നല്ല ഭാര്യമാരെ സോപ്പിടാനായിട്ട് നല്ലൊരു കാര്യമാണ്. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ, അവർ മൂഡ് ഔട്ടായിട്ട് ഇരിക്കുകയോ അല്ലെ വിഷമിച്ചിരിക്കുകയോ അല്ലെ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ദേഷ്യപ്പെടാതെ മാറി നിന്നുകൊണ്ട് അവരുടെ ദേഷ്യത്തിൽ തളരാതെ വീട്ടിലെ സ്വന്തം കാര്യങ്ങൾ, അല്ലാതെ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കൂ. അതിന് നല്ലൊരു അത്ഭുതമായിട്ട് മാറും ഇത്. ഇത്രയെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടും അവരുടെ മൂഡ് ഔട്ട് അല്ലെങ്കിൽ ദേഷ്യപ്പെടൽ മാറിയിട്ടില്ലെങ്കിൽ നേരിട്ട് സംസാരിക്കുക. അതായത് ഇങ്ങനെ
നിങ്ങൾ ഭാര്യമാരോട് പറയാം, ഇങ്ങനെ തീക്ഷ്ണമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇരുന്നാൽ അത് എനിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് ഒരു ആശയവിനിമയം ചെയ്തു നോക്കാം. അപ്പോൾ ഇതിനെല്ലാം കഴിയുമ്പോൾ ഒരു ശാശ്വത പരിഹാരം ഇതിന് കിട്ടുന്നതായിരിക്കും.